ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ലൊരു മട്ടൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ എങ്ങനെ മട്ടൻ പുലാവ് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 600 ഗ്രാമിനടുത്ത് മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഐസായിട്ടുള്ള മട്ടനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് ഐസ് പോക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിവിടെ 1.25 കപ്പിൽ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒറ്റൊരു സവാള മതി കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂണ് കുരുമുളകും 1/2 ടീസ്പൂണ് വലിയ ജീരകവും 3 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം കറുപ്പം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 5 ഗ്രാമ്പും 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ആ ഗീയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ശേഷം സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതൊരു വലിയൊരു ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങേൻ്റെ ഫുള്ളായിട്ടും വേണേ. ഇനി മട്ടൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ലാതെ സാധാ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം. അപ്പം വെള്ളം ഒഴിക്കാതെ മട്ടൻ വേവിച്ചെടുത്താൽ മതി. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം. വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മട്ടൻ വേകുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗീയിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ കിസ്മിസും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാമോ കാഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം എടുത്തുന്നേ ഉള്ളൂ. 6-7 വിസിലുകൊണ്ട് മട്ടൻ വെന്ത് കിട്ടും. അപ്പോൾ അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ്റെയും ഇതുപോലെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. ഇതിന് ഫ്രൈ ചെയ്ത ഗീ തന്നെ കുറച്ച് ചെറിയൊരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇത് ചോറിൻ്റെ മേലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഗീ തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലൊന്നും എടുക്കണ്ട കേട്ടോ, നല്ല ഗീ തന്നെ എടുക്കുക. എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയും വെന്ത് വരണം കേട്ടോ, എന്നാലാണ് ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അരിച്ചതിന് ശേഷം മട്ടനിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ടും അരി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി ഇട്ടതിന് ശേഷമാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്താലും മതി. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മട്ടൻ വേവിച്ചിട്ടുള്ള വെള്ളം കൂടി അതിലുണ്ടായിരുന്നു. അപ്പം അതൊരു കപ്പിനടുത്തുള്ള വെള്ളം ഉണ്ട്.
ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനോ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റൊരു വിസിൽ വന്നാൽ മതി. വിസിലൊക്കെ വന്ന് ഇതാ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ മട്ടൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വിസിൽ വന്ന് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വിസിൽ വരെ വരുത്തിക്കാം. അപ്പം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ അതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂട്ടുന്ന ദമ്മായിട്ട് വരട്ടെ. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അധികം മസാലയൊന്നും ഇല്ലാത്ത ചോറാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ വേറൊരു പാത്രത്തിൻ്റെയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ പുലാവ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തൈരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓണിയൻ സലാഡും ആണ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.